വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇടുന്നത് അയില മീൻ മത്തൻ്റെ ഇലയിൽ ചുട്ടതാണ്. അതിക്ക് വേണ്ട ചേരുവകൾ: ചീനമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, കറുത്ത കുരുമുളകാണിത്. പക്ഷേ പച്ചക്കുരുമുളക് എടുക്കുക. പച്ചനെല്ലിക്ക 2 നിങ്ങൾക്ക് എത്ര മീൻ ഉണ്ട് അതിനനുസരിച്ച് നെല്ലിക്കയും എല്ലാ സാധനങ്ങളും കൂട്ടിയെടുത്താൽ മതി. പിന്നെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മത്തൻ്റെ ഇല എൻ്റെ ചെറുതാണ്. ഇവിടെ മത്തൻ്റെ ഇല ഉണ്ടായിരുന്നു, ഒക്കെ ഉണങ്ങിപ്പോയിക്കണ്. അപ്പോൾ നമ്മളെ മത്തൻ്റെ ഇല വെളുത്തതാണ്, ചെറിയതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ക്ഷമിക്കുക. പിന്നെ നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി വെക്കുക. നമ്മളെ പത്തിരി ചട്ടിയിലാണ് നമ്മൾ ചുടാൻ പോകുന്നത്. നമ്മളിവിടെ വിറക് ഒലക്കൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കണലിലാണ് ചുട്ടെടുക്കുക. പക്ഷേ കണലില്ലാത്തതുകൊണ്ട് നമ്മളെ പത്തിരി ചട്ടിയിൽ ചുട്ടെടുക്കുക. ഉപ്പിൻ്റെ കുറച്ച് കുറവായിരുന്നു, കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്. ഇതിപ്പോൾ നമ്മളെ നെല്ലിക്ക, കുരുമുളക്, കാന്താരി മുളക് അരച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചതാണ്. ഇതിപ്പോൾ നമ്മൾ അതിലേക്ക് നല്ല തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിൻ്റെ ശേഷം നല്ല മത്തൻ്റെ ഇലയിൽ പൊതിയുക. മത്തൻ്റെ ഇല എടുത്ത് മത്തൻ്റെ ഇലയിൽ പൊതിഞ്ഞ് ആ ചട്ടിയിൽ ചുട്ടെടുക്കുക. ഫോയിൽ പേപ്പർ മത്തൻ്റെ ഇലയിൽ പൊതിഞ്ഞിക്കാണ്ട് പിന്നെ ഫോയിൽ പേപ്പറിൽ പൊതിയണം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനാവും. നല്ല ടേസ്റ്റാണ്. പിന്നെയും നിങ്ങൾ ഉണ്ടാക്കും. ഒരിക്കൽ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എളുപ്പം ഉണ്ടാക്കാൻ. അധികം ചേരുവകളും ഇല്ല. പച്ചനെല്ലിക്ക, കുരുമുളക്, കാന്താരി മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഈ മാത്രമേ ഉള്ളൂ. ഈ 4 ചേരുവകൾ മാത്രം വെച്ചാണ് ഉണ്ടാക്കുന്നത്. നെല്ലിക്ക നല്ല പുളിയുള്ള നെല്ലിക്ക ആയതുകൊണ്ട് ഞാൻ 2 നെല്ലിക്ക എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര നെല്ലിക്ക മണച്ചാൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ നമ്മളെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എത്തിച്ചു കൊടുക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പുതിയ വീഡിയോ ഞാൻ ഇടുമ്പോൾ നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. കാരണം എനിക്ക് നല്ല പോലെ ഒന്നും പറയാനറിയില്ല, എത്രയൊക്കെ പറയാനറിയുള്ളൂ. അപ്പോൾ നിങ്ങളെന്താ, എനിക്ക് ഫാഷനിലൊന്നും എനിക്ക് സംസാരിക്കാൻ അറിയില്ല. അതുകൊണ്ട് എൻ്റെ വാക്കിലെന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരും സ്നേഹിതന്മാരും എല്ലാവരും എന്നോട് ക്ഷമിക്കുക. എൻ്റെ സഹോദരന്മാരെല്ലാവരും ക്ഷമിക്കുക. ഉണ്ടാക്കി നോക്കുക. നല്ല സ്വാദാണ്. മത്തൻ്റെ ഇലയിൽ തന്നെ പൊതിയണം. വായൻ്റെ ഇല, പൊടിയണീൻ്റെ ഇല അതിലൊന്നും പൊതിഞ്ഞാൽ ശരിയാവില്ല. മത്തൻ്റെ ഇലയിൽ തന്നെ പൊതിയണം. മത്തൻ്റെ ഇല നോക്കി കിട്ടണം. ഇത് മത്തൻ്റെ ഇലയിൽ പൊതിഞ്ഞുണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് പണ്ട് ഉണ്ടാക്കിയത്. ഇപ്പോഴത്തെ വിഭവമല്ല. പണ്ട് എൻ്റെ വല്യമ്മയൊക്കെ ഞങ്ങൾക്ക് ചുട്ടന്നീനതാണ്. എൻ്റെ വല്യമ്മ 95 വയസ്സ് വരെ ജീവിച്ച്. ഒരു 10-50 കൊല്ലം മുമ്പ് എൻ്റെ വല്യമ്മ ചെയ്യുന്നിട്ട് അടുപ്പിലിട്ട് ചുടലായിരുന്നു ഇങ്ങനെ പൊതിഞ്ഞിക്കാണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് അടുപ്പില്ലാത്തതുകൊണ്ട്, ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് ചുടാൻ സ്ഥലമില്ല. ഇപ്പം നമ്മൾ പത്തിരിച്ചട്ടിയിൽ വെച്ച് ചുടുക. അപ്പോൾ എല്ലാവർക്കും എളുപ്പം എല്ലാ വീട്ടിലും ഗ്യാസാണല്ലോ. അപ്പം നമ്മളെ പത്തിരിച്ചട്ടിയിൽ വെച്ചാൽ മതി. എണ്ണ വേണ്ട, വെളിച്ചെണ്ണ വേണ്ട, ഓയിൽ വേണ്ട, ഒന്നും വേണ്ട. നമ്മളെ തടിക്കും കേടുക. വിറ്റാമിൻ സി ധാരാളമുള്ള നെല്ലിക്ക കഴിച്ചാൽ നമ്മളെ വെള്ളൻ്റെ അകത്തുള്ള പുണ്ണ്, കുരുമുളകും പണ്ടലിൻ്റെ അകത്തുള്ള പുണ്ണ് കരിയാനും, കാന്താരി മുളക് നമ്മളെ കൊളസ്ട്രോൾ കുറക്കാനും എല്ലാത്തിനും പറ്റിയാണ്. മഞ്ഞൾപ്പൊടി എന്തെങ്കിലും വിഷാംശം നമ്മളെ പള്ളിയിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകാനും മഞ്ഞൾപ്പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇടുന്നില്ല, മല്ലിപ്പൊടി ഇടുന്നില്ല, മറ്റൊരു പൊടി ഇടുന്നില്ല. നമ്മൾ ആകെട്ടത് നെല്ലിക്ക, കുരുമുളക്, കാന്താരി മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇത് ചുട്ടെടുത്ത് എല്ലാവരും കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. മറക്കരുത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും.